നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രശ്നം തന്നെ ആയിരിക്കും സോറിയാസിസ് എന്ന് പറയുന്ന സ്കിൻ കണ്ടീഷനെ കുറിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഹായ് ദയർ, ദിസ് ഈസ് ഡോക്ടർ ആര്യാദേവി. സോറിയാസിസ് എന്ന് പറയുന്നത് കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ വരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. വളരെ നീണ്ടു നിൽക്കുന്ന, അതായത് ക്രോണിക് ആയിട്ടുള്ള ഒരു സ്കിൻ കണ്ടീഷനാണ് ഇത്. ഈ ഒരു കണ്ടീഷൻ നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരാം, ഇൻക്ലൂഡിങ് നമ്മുടെ നഖങ്ങളെ കൂടെ ഇത് എഫക്റ്റ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിഷമവും ദേഷ്യവും ഒക്കെ ഇത് കാരണം ഉണ്ടാവാം. ആ ഒരു സമയത്ത് ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ലൈറ്റ് കളർ സ്കിൻ ടോൺ ഉള്ള കുട്ടികളിൽ പിങ്ക് കളർ അല്ലെങ്കിൽ ഒരു റെഡ് കളർ റാഷസ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഡാർക്ക് കളർ ആയിട്ടുള്ള സ്കിൻ ടോൺ ആണുള്ളതെങ്കിൽ ബ്രൗൺ കളറിൽ അല്ലെങ്കിൽ പർപ്പിൾ കളറിലായിരിക്കും റാഷസ് വരിക. അതിൻ്റെ മുകളിലായിട്ട് നല്ല തിക്കായിട്ടുള്ള വൈറ്റ് കളറിലുള്ള ഇങ്ങനെ ചെതുമ്പൽ പോലെ സ്കിന്ന് ഇങ്ങനെ ഇളകി വരുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ചില ആൾക്കാർക്ക് ഈ ഒരു റാഷസ് ശരീരത്താകമാനം പാച്ചസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ചില ആൾക്കാർക്ക് ശരീരത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ മാത്രമായിരിക്കും, ഒരു പർട്ടിക്കുലർ ഭാഗം മാത്രമായിരിക്കും എഫക്റ്റഡ് ആയിട്ട് കാണപ്പെടുന്നത്. പിന്നെ വരുന്നത് ചൊറിച്ചിലാണ്. ചൊറിച്ചിൽ ചില ആൾക്കാർക്ക് ഉണ്ടാവാം, ചില ആൾക്കാർക്ക് അത് കാണണമെന്നും ഇല്ല. എന്തുകൊണ്ടാണ് ഇത് കുട്ടികളിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റീസൺ ഒന്നും പറയാനായിട്ട് സാധിക്കുന്നതല്ല. പലപ്പോഴും ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലൊക്കെ ഇത് കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും സോർ ത്രോട്ടൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് അതിന് ശേഷം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ടും കാണാറുണ്ട്. ഈ ഒരു സ്കിൻ കണ്ടീഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു കണ്ടീഷൻ അല്ല. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് മാറ്റാനായിട്ടും സാധിക്കുന്നതാണ്.